പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റത്തിനാണ് സംസ്ഥാനം സമീപകാലത്തായി സാക്ഷ്യം വഹിക്കുന്നത്. സ്കൂൾ അവധി മാറ്റുന്നതു മുതൽ വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് പ്രഖ്യാപിച്ചതുവരെ പരിഷ്കാരങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നുമുണ്ട്. ഈ പരിഷ്കാരങ്ങളിലേക്ക് എത്തുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് തന്റേതായ രീതിയുമുണ്ട്. കാലങ്ങളായി തുടർന്നു വന്ന കീഴ്വഴക്കങ്ങളെ ഓരോന്നായി പൊളിച്ചെഴുതുകയാണ് മന്ത്രി വി ശിവൻകുട്ടി, അതും തൻ്റേതായ ശൈലിയിൽ. കഴിഞ്ഞ ജൂലൈ 31-ന് മന്ത്രി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. അതായത് ഇപ്പോൾ മഴക്കാലം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ മഴ അവധിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വേനൽ അവധി, അതായത് ഏപ്രിൽ മെയ് മാസത്തെ അവധി മാറ്റി പകരം ജൂൺ ജൂലൈ മാസത്തെ അവധിയായി മാറ്റിയാലോ എന്നതായിരുന്നു ആ ചർച്ച. വലിയ പ്രതികരണമാണ് മന്ത്രിയുടെ ഈ പോസ്റ്റിന് ലഭിച്ചത്. 7500-ലധികം പേരാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നാലെ എത്തി അടുത്ത പോസ്റ്റ് ഓഗസ്റ്റ് 5-ന്. ഇപ്പോഴത്തെ പിൻബെഞ്ച് സംവിധാനം മാറ്റിയാലോ പകരം യു ഷേപ്പിലുള്ള ക്ലാസ് മുറികൾ അറേഞ്ച് ചെയ്താലോ എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. അതിനും കിട്ടി വലിയ പ്രതികരണം. അടുത്തത് ഓഗസ്റ്റ് 12-ന്. സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ബാഗിന് ഭാരം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അടുത്ത നിർദ്ദേശം. കുട്ടികൾക്കിടയിൽ വായനാശീലം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ ആലോചിക്കുന്നു. ഒപ്പം കലോത്സവത്തിൽ ഇതൊരു ഐറ്റമായി മാറ്റാനും ഒപ്പം അടുത്ത വർഷം മുതൽ ഒരു പീരീഡ് ഇതിനുവേണ്ടി മാറ്റിവെക്കാനും ആലോചിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്ക് വിവേചനം അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു വ്യാഴാഴ്ചത്തെ പോസ്റ്റ്. ഈ പ്രഖ്യാപനങ്ങളും ആശയങ്ങളുമെല്ലാം നടപ്പിലാകുമോ, നല്ല ആശയങ്ങളാണോ, ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്നീ ചോദ്യങ്ങളെല്ലാം പിന്നീട് ഓടിറ്റിരിക്കാം. ഒരു ജനപ്രതിനിധി തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുന്നിലേക്ക് അഭിപ്രായം തേടാൻ സമർപ്പിക്കുന്നു. ആ ആശയങ്ങൾക്ക് ജനങ്ങൾ ആവേശത്തോടെ പ്രതികരിക്കുന്നു. ഇത് പ്രതീക്ഷ നൽകുന്ന കാഴ്ചയാണ്. മന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ രീതിക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മന്ത്രി വി ശിവൻകുട്ടി ഇത് തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.